20-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഇനി മുതൽ ESI നിയമത്തിന് കീഴിലെന്ന് സുപ്രീം കോടതി. സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം ESI നിയമത്തിന് ബാധകമല്ലെന്നായിരുന്നു വ്യവസ്ഥ. തെലങ്കാനയിലെ രാധിക സിനിമ തിയേറ്റർ കേസിലാണ് കോടതിയുടെ പരാമർശം. സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം ESI നിയമത്തിന് ബാധകമല്ലെന്ന വ്യവസ്ഥ 1989 ഒക്ടോബർ 20 മുതൽ നിലവിലുണ്ട്. എന്നാൽ ഇതിനു മുൻപ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ വ്യവസ്ഥ ബാധകമാണെന്നാണ് കോടതി വിലയിരുത്തൽ. നിലവിൽ ജീവനക്കാരുടെ എണ്ണം ഏതു കാലത്താണ് കുറഞ്ഞിരുന്നത് എന്നതിന് പ്രസക്തിയില്ലെന്നാണ് ജസ്റ്റിസുമാരായ MR ഷാ, CT രവികുമാർ എന്നിവർ പറയുന്നത്. തെലങ്കാനയിലെ രാധിക സിനിമ തിയേറ്റർ കേസിലാണ് കോടതി പരാമർശം. 20-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളും ഫാക്ടറികളും മാത്രമായിരുന്നു 1948-ലെ ESI നിയമത്തിനു കീഴിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിധിക്ക് മുൻകൂർ പ്രാബല്യമുണ്ടോയെന്നാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ESI നിയമത്തെ ഗുണഭോക്താക്കൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കണമെന്ന് ബാംഗ്ലൂർ ടർഫ് ക്ലബ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം തെലങ്കാനയിലെ രാധിക സിനിമ തിയേറ്റർ കേസിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ESI കോർപ്പറേഷന് ഡിമാൻഡ് നോട്ടീസ് പുനഃസ്ഥാപിക്കുകയായിരുന്നു. 20 ജീവനക്കാരുടെ മാനദണ്ഡം എടുത്തുകളഞ്ഞ ശേഷമുള്ള കാലയളവിലെ ഡിമാൻഡ് നോട്ടീസ് ഹൈക്കോടതി റദ്ദാക്കിയത് ഗുരുതര പിഴവാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമമായതിനാൽ വലിയ പ്രാധാന്യം നൽകണമെന്നാണ് ESI കോർപ്പറേഷന്റെ വാദം. 1989 ഒക്ടോബർ 20 നിലവിൽ വന്ന വകുപ്പിന് മുൻകൂർ പ്രാബല്യം നൽകാനാവില്ലെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.